കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു സാധനങ്ങളാണ് കേട്ടോ ഇത്. കുറേ വർഷമായി എന്ന് വെച്ചാൽ ഒരുപാട് വർഷമായി, ഒരു 10 വർഷത്തിലും മേലെ, ഒരു 10-12 വർഷമായിട്ടുണ്ടാവും. തക്കാളി പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായി ഇരിക്കുന്നു. ഇതിൻ്റെ ബനാന ഉണ്ടായിരുന്നു, പിന്നെ ഓറഞ്ചസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നാശമായിപ്പോയി. ഇത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യും എന്ന് ഞാൻ കുറച്ചായി ഇങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് ഇന്നലെയാണ് ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഞാനത് ചെയ്യാനായിട്ട് വന്നപ്പോൾ പച്ച നൂല് എടുത്തിട്ടുണ്ട് ഞാൻ. ഇങ്ങനത്തെ നൂല് കയ്യിലുള്ളത് എടുത്തതാണ്, വേറെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കട്ടിയിലെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ കെട്ടാമെന്ന് കരുതിയിട്ടാണ്. എന്നിട്ടൊരു പണി ഒപ്പിക്കാമെന്ന് കരുതിയിട്ടാണ്. വെറുതെ കിടക്കുന്ന നമ്മളിങ്ങനെ നടക്കുന്നിടത്തൊക്കെ ഇത്, മുറ്റത്ത് ഇത് അങ്ങനെ കിടക്കുമ്പോൾ അതിനൊന്ന് ഭംഗിയാക്കുന്നത് നല്ലതല്ലേ എന്ന ധാരണയിൽ ഇറങ്ങിത്തിരിച്ചാണ് കേട്ടോ ഞാൻ. അപ്പം ഞാനത് നൂല് നല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനാണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഒരു തണ്ട് പോലെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, കാരണം നമുക്ക് അവിടെ കെട്ടാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഇത് കെട്ടാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തണ്ട് പോലെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കൂടി അത് കെട്ടാനായിട്ട് പറ്റി. എന്നിട്ട് ഞങ്ങളുടെ മുറ്റത്ത് ഒരു നന്ദ്യാർവട്ടത്തിൻ്റെ മരം നിൽക്കുന്നുണ്ട് കേട്ടോ. മരം തന്നെ പറയണം, കാരണം ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പണിയൊക്കെ ചെയ്യണത്. എന്തായാലും അത് കാണുമ്പോൾ ഒരു ഭംഗി, വെറുതെ തട്ടി കളിക്കുന്നതിനേക്കാളും ഭംഗിയാണല്ലോ ഇങ്ങനെ എന്തിൻ്റെങ്കിലും മുകളിൽ ഇരിക്കെടുക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അതങ്ങനെ കെട്ടിത്തൂക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്തെങ്കിലുമൊക്കെ കരവിരുത് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള, അത്ര അധികം ഇഷ്ടമുള്ള ഒരാളൊന്നല്ല കേട്ടോ ഞാൻ. സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് എന്തെങ്കിലും സാധന സാമഗ്രികൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കേണ്ടെന്ന് കരുതിയിട്ട് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അത് ചെയ്യാനിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമല്ലാതെ മെനക്കെട്ട് ഇങ്ങനെ കുറേ സമയം ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനാണെങ്കിൽ വലിയ മെനക്കേടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം ചെയ്തത്. അല്ലാതെ നമ്മൾ ക്രാഫ്റ്റ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്കോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനങ്ങാതിരുന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓടി നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഇഷ്ടം. എന്തായാലും നന്ദ്യാർവട്ടത്തിൽ നല്ല തക്കാളി നിറയെ നല്ല പഴുത്ത് പൂത്ത് നിൽക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ.